ഈ പിള്ളേർ തൂക്കി എന്ന് പറഞ്ഞാൽ തൂക്കിയതാണ് കേട്ടാ, ശരിക്കും തൂക്കിയവർ. കഴിഞ്ഞ കുറേ കാലമായിട്ടോ മലയാളത്തിലൊരു നല്ല സിനിമ കണ്ടിട്ട്. മമ്മൂട്ടിയുടെ കളങ്കാവിൽ ഇറങ്ങിയിട്ടുണ്ട്, ബ്രഹ്മയുഗം ഉണ്ടായിരുന്നു, മോഹൻലാലിൻ്റെ തുടരും ഉണ്ടായിരുന്നു, പിന്നെ സർവമായ നിവിൻ പോളിയുടെ ഉണ്ടായിരുന്നു. അതൊക്കെ സാമാന്യം തരക്കേടില്ലാത്തതും നമ്മളെ കാണികളൊക്കെ പിടിച്ചിരുത്തിയൊരു സിനിമയായിരുന്നു. അതിനുശേഷം മലയാളത്തിൽ നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. ഈ 2026 കാര്യമായി കാണികളെ പിടിച്ചിരുത്തിയ ഒരു സിനിമയൊന്നും മലയാളത്തിൽ വന്നിട്ടില്ല. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മോള് എന്ന് പറയുന്ന ഒരു പുതിയ സിനിമ വന്നിട്ട്, വാഴ 2 എന്നാണ് സിനിമ. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ ചെയ്തിട്ട് ഫേമസ് ആയ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു ടീം ഓഫ് പിള്ളേരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ശങ്കയുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനിമ വെറുതെ പോയി കാണുന്നില്ല, എന്താ അർത്ഥമുള്ളത്? ഫേമസ് ആയ താരങ്ങളെ ഒന്നും കാണുന്നില്ല. പിന്നെ അതിൻ്റെ സംവിധായകനെ എടുത്തു നോക്കി, അതൊരു പുതുമുഖ സംവിധായകനാണ്. പേര് കണ്ടത് സബിൻ എസ് എന്നാണ്. ഇത് മുമ്പൊന്നും ഒരു സിനിമ കണ്ടിട്ടില്ല. പക്ഷേ ആ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ബിപിൻ ദാസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ചെറിയൊരു പ്രതീക്ഷ തോന്നി. ഒരുവിധം തരക്കേടുണ്ടാവില്ല, കാരണം ബിപിൻ ദാസ് ഇതിനു മുമ്പ് എടുത്ത സിനിമകളൊക്കെ ജയ 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 ഗേ ആയാലും ശരി, ഗുരുവായൂർ അമ്പലനടയിലായാലും ശരി, അങ്ങനെ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട്. വാഴ ആദ്യം എഴുതിയ തിരക്കഥ ാണ്. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പ്രതീക്ഷയോട് കൂടിയാണ് പോയത്. പക്ഷേ വലിയൊരു താരനിരയൊന്നും കാണാത്തതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എന്നാലും ഒരു 7:45 ഫസ്റ്റ് ഷോയ്ക്കാണ് പോയത്. തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ സാധാരണഗതിയിലൊക്കെ ആദ്യത്തെ ദിവസം മോഹൻലാലിൻ്റെ വലിയ താരങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ വലിയ ബഹളവും ആരവവും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടില്ല. ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല എന്ന് കണ്ടപ്പോൾ നിരാശയായിരിക്കുമെന്ന് വിചാരിച്ചാണ് തിയേറ്ററിനകത്ത് കയറിയത്. പക്ഷേ ഷോ തുടങ്ങുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് തിയേറ്റർ ഫുള്ളാവുന്നൊരു കാഴ്ച കണ്ടു. അപ്പോൾ ചില പ്രതീക്ഷകൾ, സിനിമ നന്നായിരിക്കുമോ, ആദ്യത്തെ ദിവസമല്ലേ, അപ്പോൾ ഒരു ഫസ്റ്റ് 1-2 ഷോയ്ക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കൊക്കെ വെച്ചായിരിക്കും ആളുകൾ വരുന്നതെന്ന് കരുതി അങ്ങനെ സിനിമ തുടങ്ങി. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഒരു ചെറിയ തോതിലുള്ള ഒരു ബോറടി തോന്നിക്കഴിഞ്ഞു. ഒരു പക്ഷേ ജനറേഷൻ ഗ്യാപ്പൊക്കെ ആയിരിക്കാം, പിള്ളേരും ഒക്കെ ആയിട്ടുള്ള എന്തൊക്കെയോ ഒരു നമുക്ക് ദഹിക്കാത്ത പോലെ തോന്നി. പക്ഷേ അറിയാതെ തന്നെ ആ കഥാപാത്രങ്ങൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിത്യജീവിതത്തിൽ കേരളത്തിൽ ഈ ഹൈസ്കൂളിലൊക്കെ പോകുന്ന, ഹയർ സെക്കൻഡറി സ്കൂളിലേക്കൊക്കെ, നമ്മുടെ തൊട്ടടുത്ത സ്കൂളിലേക്ക് പോകുന്ന പിള്ളേർ നമ്മുടെ വഴിയിടങ്ങളിലും പാതയോരങ്ങളിലും അല്ലെങ്കിൽ സ്കൂളുകളിലെ പരിസരങ്ങളിലൊക്കെ കാണിക്കുന്ന ചില കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാതെ നമ്മൾ ആ ചിത്രത്തിലേക്ക് അലിഞ്ഞലിഞ്ഞ് ചേർന്ന് ആ കഥാപാത്രങ്ങളൊക്കെ, ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അവരുടെ മുഖമൊന്നും പരിചയം ഉണ്ടായിരുന്നില്ല. മോളെ പോലെ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ട് അവർക്കൊക്കെ പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ അറിയാതെ ആ കഥ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അത്ഭുതകരമായ ഒരു മാജിക് വർക്കൗട്ടായി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഈ കൗമാരപ്രായക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ചും ഈ ഹയർ സെക്കൻഡറി +1 +2 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു തരം റിലേഷൻഷിപ്പും ഒരു പ്രത്യേക ഒരു സ്ഥിതിയുണ്ടല്ലോ. പഴയ കാലത്തൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകൾ, അത് എത്തിപ്പെടുന്ന ചില ദുരന്തങ്ങൾ, അതൊക്കെ വളരെ മനോഹരമായി വരച്ചു കാട്ടിക്കൊണ്ട് ആ കഥ മുന്നോട്ട് പോകുമ്പോൾ അറിയാതെ സിനിമയിലേക്ക് നമ്മൾ അലിഞ്ഞു ചേരുന്ന അതിമനോഹരമായൊരു മാജിക്ക് ഈ തിരക്കഥാകൃത്തും ഈ പുതിയ സംവിധായകനും കാണിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നമ്മുടെ ഈ കൗമാരപ്രായക്കാരായ കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് ഇതിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അതിൽ അധ്യാപകരുടെ റോൾ എന്താണ്, രക്ഷിതാക്കളുടെ റോൾ എന്താണ്, ആ സ്കൂൾ പരിസരത്തിൻ്റെ റോൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അതിമനോഹരമായി നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ മൂവി ഏതാണ്ട് ഇൻ്റർവെൽ വരെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ രസകരമായ രസച്ചരട്. ഒട്ടും തന്നെ പൊട്ടിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണെന്നാണ്. പിന്നീട് ഈ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ ആ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു നോക്കുകയും ആ പിള്ളേരുടെ ഒരു പെർഫോമൻസ് ഒക്കെ എടുത്തു നോക്കിയത്. വളരെ കഴിവുള്ള പിള്ളേരാണ്. ഹാഷിർ എന്ന് തുടങ്ങിയ പയ്യൻ, അലൻ എന്ന പയ്യൻ, വിനായകൻ തുടങ്ങിയ ഒരു ടീം ഓഫ് പിള്ളേർ. ഓൾറെഡി അവർ ഫേമസ് ആണ്. ഈ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ ഒരു എന്താ പറയണ്ടത് 2000-ന് ശേഷം ജനിച്ച പിള്ളേരായിരിക്കും അവരൊക്കെ. ആ പ്രായക്കാരുടെ ഇടയിൽ ഇവർ വളരെ ഫേമസ് ആണ്. മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. ഒരു പക്ഷേ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കും അവർ പരിചയമില്ലാത്തത്. ഇതൊന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു തരത്തിലുള്ള താരമൂല്യവും ഒരു സിനിമ വിജയിക്കാൻ ആവശ്യമില്ല എന്ന് തെളിയിച്ചൊരു പടം കൂടിയായി പോയി ഈ വാഴ 2 എന്നുള്ളതാണ്. ഇൻ്റർവെല്ലിന് ശേഷം ഈ സിനിമ ഇമോഷണലായ ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നതും കുടുംബ ബന്ധങ്ങളുടെ തീവ്രതയൊക്കെ മനസ്സിലാക്കുന്ന, വളരെ കാലത്തിന് ശേഷം ഈ ആധുനിക രീതിയിൽ സിനിമ എടുക്കുമ്പോഴും അതിമനോഹരമായി നമ്മളെ പലപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന ചില കാഴ്ചകൾ, അല്ലെങ്കിൽ മനസ്സൊന്ന് വിങ്ങിപ്പൊട്ടുന്ന തരത്തിലുള്ള പല രംഗങ്ങളൊക്കെ അതിമനോഹരമായി ചേർത്ത് വെച്ചിട്ടുണ്ട് സംവിധായകനും തിരക്കഥാകൃത്തും എന്ന് പറയാതിരിക്കാൻ വഴിയില്ല.
ഈ പുതിയ തലമുറയിൽപ്പെട്ട ഇൻസ്റ്റാഗ്രാം പിള്ളേരോടൊപ്പം തന്നെ തകർത്ത് അഭിനയിച്ചുകൊണ്ട് നമുക്ക് നല്ല മുഖപരിചയമുള്ള പഴയ തലമുറയിൽപ്പെട്ട എന്നാൽ വലിയ താരമൂല്യങ്ങളൊന്നുമില്ലാത്ത വിജയ് ബാബു വരുന്നുണ്ട്, അജു വർഗീസ് വരുന്നുണ്ട്, സുധീഷ് വരുന്നുണ്ട്. അവരൊക്കെ തന്നെ അവരവരുടെ റോള് അതിമനോഹരമായി വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സ്ത്രീ കഥാപാത്രങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമുള്ള ഒരു സിനിമയാണെന്നൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കഥാനായകൻ എന്ന് പറയുന്ന ഹാഷിർ എന്ന പയ്യൻ്റെ പേരായി വരുന്ന ആഞ്ചൽ മരിയ, അതുപോലെ ഈ അലൻ്റെ സിസ്റ്ററായി വരുന്ന വേദ ശങ്കറൊക്കെ വളരെ ചെറിയ റോളുകളൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയായി ആ കുട്ടികൾ എനിക്ക് തോന്നുന്നു അവരൊക്കെ എത്രമാത്രം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ ഭംഗിയായി ആ റോളുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ ബോറടിക്കാതെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആ കഥാപാത്രങ്ങൾ കയറുന്ന രീതിയിൽ തന്നെ അതിമനോഹരമായി അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റും. ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾക്കടക്കം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ സംഭാഷണങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ തറയ്ക്കുന്ന വിധത്തിൽ പലപ്പോഴും ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ ക്ലൈമാക്സ് ഒന്നും സത്യത്തിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളതാണെന്നോ അല്ലെങ്കിൽ ഇതിനൊരു ക്ലൈമാക്സ് സീനുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്ലൈമാക്സ് ഇല്ലാതെ സത്യത്തിൽ ഒരു സിനിമ വിജയിക്കുക എന്നുള്ളതും സാധാരണ സംഭവിക്കാത്തതാണ്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഒരു ക്ലൈമാക്സ് ഇല്ലാതെ തന്നെ ഈ സിനിമ വിജയിച്ചു എന്നുള്ള ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ എന്ന ഈ കലാരൂപത്തിൽ അത്തരത്തിലുള്ള ഒരു അത്ഭുതവും സംഭവിച്ചിരിക്കുന്നു മലയാള സിനിമയിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് തന്നെയായാലും വാഴ 2 എന്ന സിനിമയിലൂടെ ഈ ഇൻസ്റ്റാഗ്രാം പിള്ളേർ മലയാള സിനിമയെ തൂക്കിയടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.